സോ നിങ്ങൾക്കിപ്പോൾ ഒരു ഹിയറിംഗ് എയ്ഡ് വേണം, നിങ്ങളൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ് ആണ് നോക്കുന്നത്, ചെവിയുടെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ് വയ്ക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം. സോ ആദ്യം ഒരു ക്ലിനിക്കിൽ പോയി അവിടെ ഓഡിയോസിനെ കണ്ടു, നിങ്ങൾ കൺസൾട്ടേഷൻ നടത്തി. അപ്പോൾ ആ ഓഡിയോസ് പറഞ്ഞു ഓക്കെ ചെവിയുടെ ഉള്ളിലുള്ള ഹിയറിംഗ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകില്ല എന്ന് പറഞ്ഞു. സോ നിങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വേറൊരു ക്ലിനിക്കിൽ പോയി. അവിടുത്തെ ഓഡിയോസ് പറഞ്ഞു ഓക്കെ, അവിടുത്തെ ഓഡിയോസ് അങ്ങനെയൊന്നും പരാമർശമില്ല, ചെവിയുടെ ഉള്ളിലോട്ടുള്ള ഹിയറിംഗിലായിട്ട് പോവാം, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതെന്താ ഒരാൾ അങ്ങനെ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പറഞ്ഞു, കൺഫ്യൂസ് ആകുന്നുണ്ടോ? കൺഫ്യൂഷൻ തീർക്കണമേ. നിങ്ങൾ ആദ്യം മനസ്സിൽ വെച്ചേക്കേണ്ടത് ഇതെല്ലാം ബിസിനസ്സാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബിസിനസ്സാണ്. ഒരു സാധനം ഒരാൾക്ക് കൊടുത്താലേ അദ്ദേഹം എനിക്ക് പൈസ തരത്തുള്ളൂ, എന്നാൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇതെല്ലാം ബിസിനസ്സാണെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിരിക്കാം. 2, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്താൽ അത് എപ്പോഴും നമുക്ക് നല്ലതാവണം എന്നുള്ളത്. നമുക്കത് ഇഷ്ടമായിരിക്കും, പക്ഷേ നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. ഇപ്പോൾ ചില ആളുകൾക്ക് കുടിക്കാൻ, മദ്യപിക്കാൻ ഇഷ്ടമാണ്, അത് നല്ലതാണോ? അല്ല. അതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ചില ആളുകൾക്ക് നല്ലതായിരിക്കും, പക്ഷേ അത് അവർക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നല്ലതല്ല. ഇത് വല്ലാത്തൊരു കമ്പാരിസൺ ആയിപ്പോയെന്ന് തോന്നുന്നത്. സോ ബട്ട് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം. അതുപോലെ ചെവിയുടെ ഉള്ളിലുള്ള ഹിയറിംഗ് എയ്ഡ് എല്ലാ ആളുകൾക്കും സ്യൂട്ടബിൾ ആവണം എന്നുള്ളതില്ല. അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു ഓഡിയോസ് നിങ്ങൾക്ക് ഓക്കെ അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ ചോദിക്കാതെ എന്തുകൊണ്ടാണ്, അതെന്തുകൊണ്ട് അങ്ങനെ. ഇൻ കേസ് ഞാൻ ഇതെല്ലാം നിങ്ങൾ പറയുന്നത് കേൾക്കാണ്ട് ഞാൻ അങ്ങനെ ഒരു ചെവിയുടെ ഉള്ളിലോട്ടുള്ള ഹിയറിംഗ് എയ്ഡ് മേടിച്ച് വച്ചാലും എന്തൊക്കെ റിസ്ക് ആയിരിക്കും ഉണ്ടാകുന്നത്, എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത്, ആ കാര്യങ്ങളെല്ലാം അവിടുത്തെ ചോദിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതെല്ലാം ബിസിനസ്സാണ്. പക്ഷേ ഞാനൊരു സർവീസ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ലോയൽ ആയിരിക്കണം, ജെനുവിൻ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറയും, നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ സാർ നിങ്ങൾക്ക് ഒരു ചെവിയുടെ ഉള്ളിലോട്ടുള്ള ഹിയറിംഗിലോട്ട് പോകാം, പക്ഷേ ഇന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും, നിങ്ങൾ എപ്പോഴും അത് സ്യൂട്ടബിൾ ആയിരിക്കണമെന്നില്ല, ഇന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഒരാൾ പറഞ്ഞു അത് സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞു, മറ്റേ ആൾ വേറെ കുഴപ്പമൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ മറ്റൊരു കൺസൾട്ടേഷൻ നടത്തി അവിടെ നിന്ന് ഹിയറിംഗ് എയ്ഡ് മേടിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കാം. എന്നിട്ട് ശേഷം നിങ്ങളൊരു ഡിസൈഡ് ചെയ്യാം. കാരണം ഇപ്പോൾ ഈവൻ ചെവിയുടെ പുറകിലുള്ള ഹിയറിംഗ് എയ്ഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. വിത്തിൻ ഒരു 1 or 2 days ആണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ തിരിച്ചെടുത്തോളും. പക്ഷേ ചെവിയുടെ ഉള്ളിലുള്ള ഹിയറിംഗ് എയ്ഡ് അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വൺസ് മേടിച്ചാൽ അത് മേടിച്ചത് തന്നെയാണ്, വീണ്ടും അത് തിരിച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരിക്കും. ഓക്കെ, സോ യെസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ എന്തെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറഞ്ഞുതരാം. ഓക്കെ.